സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നതും ഇപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡിലുള്ളതും എന്നാൽ ട്രെൻഡ് റിവേഴ്സൽ വരാൻ സാധ്യതയുള്ളതുമായ രണ്ട് ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഏഞ്ചൽ വൺ ലിമിറ്റഡ്. ഏഞ്ചൽ വൺ കഴിഞ്ഞ ദിവസം 1.75% ഉയർന്ന് 2151 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 15.60, ഡിവിഡൻഡ് ഈൽഡ് 2.36%, 52 വീക്ക് ഹൈ 3896, 52 വീക്ക് ലോ 1671. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ഫ്ലാറ്റ് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഏകദേശം 33% കറക്റ്റ് ആവുകയും ചെയ്തു. ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് ഏകദേശം 20% റിട്ടേൺ നൽകുകയും ചെയ്തു. ഇപ്രാവശ്യത്തെ IPL സ്പോൺസർ ചെയ്തതുവഴി ഏഞ്ചൽ വൺ എന്ന കമ്പനിയുടെ ഓൺ ടൈം എക്സ്പെൻസിൽ വളരെ വലിയ വർധനവുണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ 340 കോടിയിൽ നിന്നും 293 കോടിയിലേക്ക് ഇടിയുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 40%-ൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 33%-ലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏഞ്ചൽ വൺ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രകടവുമാണ്. ബാക്കിയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 808 കോടിയിൽ നിന്നും 1405 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 221 കോടിയിൽ നിന്നും 293 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 49%, പ്രോഫിറ്റ് ഗ്രോത്ത് 55%, ROE 45%-അടുത്തുമാണ്. പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 38%-ൽ നിന്നും 35.6%-ലേക്ക് കുറച്ചപ്പോൾ DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9%-ൽ നിന്നും 14%-ലേക്ക് ഉയർന്നു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 17%-ൽ നിന്നും 15%-ലേക്ക് കുറഞ്ഞു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 35%-അടുത്ത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തിലാൽ ഓസ്വാൾ ഏഞ്ചൽ വണ്ണിന് ബൈ എന്ന റേറ്റിംഗും 3300 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം 2000 വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 2000 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞ 4 ആഴ്ചയായി കൺസോൾഡേറ്റ് ചെയ്യുകയുമാണ്. ഒരു കറക്ഷൻ ഫേസിന് ശേഷം സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതിനു മുൻപ് ജൂലൈ മാസത്തിലും സ്റ്റോക്ക് 2700 രൂപയ്ക്ക് അടുത്ത് കൺസോൾഡേറ്റ് ചെയ്തിരുന്നു. ആ കൺസോൾട്ടേഷന് ശേഷം സ്റ്റോക്കിൽ ബ്രേക്ക് ഡൗൺ വരികയും പിന്നീട് സ്റ്റോക്ക് 2100 എന്ന റേഞ്ചിലേക്ക് ഇടിയുകയും ചെയ്തു. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കുന്നവർ 2500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതല്ല, സപ്പോർട്ട് പ്രൈസിൽ ഒരു ക്വാളിറ്റി സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ കറണ്ട് പ്രൈസ് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ നിന്നും 2500 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റോക്ക് ബിർള സോഫ്റ്റ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6% ഉയർന്ന് 602 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 16,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.58, ഡിവിഡൻഡ് ഈൽഡ് 1.08%, 52 വീക്ക് ഹൈ 861, 52 വീക്ക് ലോ 446, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ബിർള സോഫ്റ്റ് എന്ന കമ്പനി പ്രധാനമായും IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസ്, ഇൻഷുറൻസ്, ലൈഫ് സയൻസ്, എനർജി സോഴ്സസ്, യൂട്ടിലിറ്റീസ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി ആൻഡ് IT സർവീസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 14%, പ്രോഫിറ്റ് ഗ്രോത്ത് 24%, ROE 18%-അടുത്ത്. റീസെൻ്റ്ലി കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 23%-ൽ നിന്നും 18%-ലേക്ക് കുറച്ചപ്പോൾ DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18%-ൽ നിന്ന് 20%-ലേക്ക് ഉയർന്നു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 19%-അടുത്തും പ്രൊമോട്ടേഴ്സിന് 40%-അടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 1263 കോടിയിൽ നിന്നും 1327 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് 1363 കോടിയിൽ നിന്നും 1327 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 222 കോടിയിൽ നിന്നും 195 കോടിയിലേക്ക് ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 180 കോടിയിൽ നിന്നും 150 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. ഏകദേശം 3000 കോടിക്ക് അടുത്ത് റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 93 കോടി രൂപയുടെ കടം മാത്രമാണുള്ളത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അല്പം മോശമായതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ബിർള സോഫ്റ്റ് എന്ന സ്റ്റോക്ക് 600 രൂപയ്ക്ക് അടുത്ത് ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 825 രൂപ വരെ ഉയർന്നിരുന്നു. പിന്നീട് സ്റ്റോക്ക് ഈ ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുകയും സ്റ്റോക്ക് കറക്ഷനിൽ ഡബിൾ ടോപ്പ്
ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ്റെ നെക്ക് ലൈൻ സപ്പോർട്ടിനടുത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. 600 സ്റ്റോക്കിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ടൊരു സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ 535, 540 തുടങ്ങിയ സോണിലും സപ്പോർട്ടുണ്ട്. ഡൗൺ സൈഡ് റിസ്ക് തീരെ കുറവായി കാണുന്ന ഒരു സ്റ്റോക്കാണ് ബിർള സോഫ്റ്റ്. ബിർള സോഫ്റ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 680. വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.